إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ ഭയപ്പെട്ട് മരണം വരെ തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മയെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക ദൗത്യവുമായി കടന്നു വന്നപ്പോൾ മുൻകാല പ്രവാചകന്മാർക്ക് ഏതൊരു അനുഭവങ്ങളായിരുന്നുവോ നേരിടേണ്ടി വന്നത്, അതേ സാഹചര്യം, അതേ അവസ്ഥ, അതേ അനുഭവങ്ങൾ തന്നെയായിരുന്നു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നേരിടേണ്ടി വന്നത്. ശക്തമായ എതിർപ്പുകളും പരിഹാസങ്ങളും ശത്രുതയും കൊണ്ട് ഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗം ഒരു ഭാഗത്തും സത്യസന്ധമായ സ്നേഹവും ആത്മാർത്ഥമായ പിന്തുണയും നൽകി ഒരു ചെറുസംഘം മറുപക്ഷത്തും. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ നിലക്കും സഹായിച്ച് തൻ്റെ ജീവനേക്കാളേറെ, തങ്ങളുടെ ജീവനേക്കാളേറെ ആ പ്രവാചകനെ സ്നേഹിച്ച് ആ പ്രവാചകന്റെ കൂടെ നിന്നവർക്കാണ് സ്വഹാബത്ത് എന്ന് പറയുന്നത്. അഹ്ലുസുന്ന വൽ ജമാഅയിൽ സ്വഹാബത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സ്വഹാബത്തിനെ കുറിച്ച് ഒരു മുസ്ലിം പഠിച്ചിരിക്കണം. സ്വഹാബത്തിന്റെ ശ്രേഷ്ഠത എന്താണ്, അവരെ പിൻപറ്റേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, എങ്ങനെയാണ് അവരെ പിൻപറ്റേണ്ടത്, എങ്ങനെയാണ് അവരെ സ്നേഹിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരന്മാരായ ആ സ്വഹാബത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കൽ, ആ സ്വഹാബത്ത് എങ്ങനെയാണോ പ്രമാണങ്ങളെ സ്വീകരിച്ചത് അതുപോലെ സ്വീകരിക്കൽ ഒരു വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ്.
പലപ്പോഴും സ്വഹാബത്തിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടോ സ്വഹാബത്തിനെ കുറിച്ച് കൃത്യമായ പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കാത്തതുകൊണ്ടോ വലിയ അപകടങ്ങൾ മുസ്ലിമീങ്ങളെന്ന് അവകാശപ്പെടുന്നവരിൽ വരെ ഉണ്ടാകുന്നുണ്ട് എന്നതൊരു സത്യമാണ്. അതുകൊണ്ടാണ് ആരാണ് സ്വഹാബത്ത് എന്ന് പഠിച്ചിരിക്കേണ്ടതും അവരുടെ ശ്രേഷ്ഠത എന്താണ്, അവരെങ്ങനെയാണ് പ്രമാണങ്ങളെ സ്വീകരിച്ചത് അല്ലെങ്കിൽ പ്രമാണങ്ങളെ അംഗീകരിച്ചത് എന്നൊക്കെ അതേ മാർഗം നമ്മളും സ്വീകരിക്കണം, ഒരു വിശ്വാസിയും സ്വീകരിക്കണം എന്നതുകൊണ്ടാണ് ആ പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ് എന്ന് പറയുവാനുള്ള കാരണം. ആരാണ് സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ, സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ആരാണ് സ്വഹാബത്ത് എന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, മൻ ലഖിയൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ ബിഹി വമാത അലൽ ഇസ്ലാം. ആരാണോ ഒരു സത്യവിശ്വാസിയായി മുസ്ലിമായിക്കൊണ്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്കുനേരെ കാണുകയും ആ മാർഗത്തിൽ മരണപ്പെട്ടു പോവുകയും ചെയ്തതാരാണോ അവർക്കാണ് സ്വഹാബത്ത്, സ്വഹാബികൾ എന്ന് പറയുക എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. സ്വഹാബത്തിന്റെ ചരിത്രം വളരെ വിശാലമാണ്. അതുല്യമായ സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ചരിത്രമാണ്. സ്വഹാബികളുടെ ചരിത്രത്തിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണുവാൻ സാധിക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന സത്യസന്ദേശം മനസ്സിലായി ബോധ്യപ്പെട്ട ശേഷം എന്തു വില കൊടുത്തും ആരൊക്കെ എതിർചേരി ആയിരുന്നാൽ പോലും അതിനെയൊക്കെ അവഗണിച്ച് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചേർന്ന് നിന്ന് ഇസ്ലാമിനെ സഹായിച്ച, ഇസ്ലാമിനു വേണ്ടി യുദ്ധങ്ങളിൽ പങ്കെടുത്ത, പ്രവാചകൻ അങ്ങേയറ്റം സ്നേഹിച്ച ഒരു സംഘമാണ് യഥാർത്ഥത്തിൽ സ്വഹാബികൾ, സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ. അവർ അല്ലാഹുവിൻ്റെ ഹബീബിനെ നേരിട്ട് കണ്ടവരാണ്. ആ പ്രവാചകന്റെ തിരുനാവിൽ നിന്നും നേരിട്ട് ഇസ്ലാം കേട്ടു പഠിച്ചവരാണ്. സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ സദസ്സിലിരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. അവരെപ്പോലെ അറിവുള്ളവർ വേറെ ഇല്ല. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠവാന്മാരാരെന്ന ചോദ്യത്തിന്റെ ഉത്തരം സ്വഹാബികളാണ്. പ്രവാചകൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ നദറ ഫീ ഖുലൂബിൽ ഇബാദ്. അല്ലാഹു അവന്റെ അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. എല്ലാ സൃഷ്ടികളുടെയും ഹൃദയങ്ങളിലേക്ക്, മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. ഫവജദ, ആ സമയത്ത് അല്ലാഹുവിന് കാണാൻ സാധിച്ചു, ഖൽബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൽ ഇബാദ്. അല്ലാഹുവിന്റെ അടിമകളുടെ ഹൃദയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ, ഏറ്റവും അഫ്ളലായ ഹൃദയത്തിന്റെ ഉടമ അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പടച്ച റബ്ബിന് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഫസ്തഫാഹു ലിനഫ്സിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ പ്രവാചകനായി നിയോഗിച്ചു. ആ മുഹമ്മദ് നബിക്ക് റിസാലത്ത് നൽകി. അതിനുശേഷം സുമ്മ നദറ ഫീ ഖുലൂബിൽ ഇബാദി ബഅദ ഖൽബി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന് നോക്കിയതിനു ശേഷം പിന്നെ ആരുടെ ഹൃദയത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠത, ഏറ്റവും ഖൈർ, ആരുടെ ഹൃദയത്തിനാണ് എന്ന് അള്ളാഹു അവന്റെ അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് വീണ്ടും നോക്കി. ആ സമയത്ത് ഫവജദ, അള്ളാഹുവിന് കാണാൻ സാധിച്ചത് ഖുലൂബ അസ്ഹാബിഹി ഖൈറ ഖുലൂബിൽ ഇബാദ്, സ്വഹാബികളുടെ ഹൃദയമാണ് മുഹമ്മദ് നബിയുടെ ഹൃദയം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഖൈറായ ഹൃദയം എന്നല്ലാഹു കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ ഫജഅലഹും വുസറാഅ നബിയിഹി, അങ്ങനെ
ആ സ്വഹാബത്തിനെ മുഹമ്മദ് നബിയുടെ അനുചരന്മാരായി, സ്വഹാബികളായി അള്ളാഹു തെരഞ്ഞെടുത്തു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഈ സ്വഹാബികളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ മാത്രമല്ല, ഹദീസുകളിൽ മാത്രമല്ല, ആ സ്വഹാബികൾ ജനിക്കുന്നതിന് മുൻപേ, ആ സ്വഹാബികളുടെ പിതാക്കളും പിതാക്കളുടെ പിതാക്കളും ജനിക്കുന്നതിന് മുമ്പേ മൂസാ നബിയുടെ തൗറാത്തിലും ഈസാ നബിയുടെ ഇഞ്ചീലിലും സ്വഹാബത്തിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു വാചകം നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആ സ്വഹാബികളെ കുറിച്ച് പറയുന്നുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രവാചകനാകുന്നു. വല്ലദീന മഅഹു, ആ പ്രവാചകനോടൊപ്പമുള്ള ആളുകൾ അഥവാ സ്വഹാബികൾ. എന്നിട്ട് അവരുടെ വിശേഷണം പറയുകയാണ്, അശിദ്ദാഉ അലൽ കുഫാർ, സത്യനിഷേധികളുടെ നേരെ വലിയ കാർക്കശ്യ സ്വഭാവമുള്ള ആളുകളാകുന്നു അവർ. എന്ന് പറഞ്ഞാൽ സത്യനിഷേധത്തോടും സത്യനിഷേധികളോടും കഠിന ഹൃദയന്മാരാകുന്നു അവർ. ഒരു നിലക്കും അവരുമായി രമ്യതയിൽ ഏർപ്പെടാത്ത, അല്ലെങ്കിൽ അവിശ്വാസവുമായി ബന്ധപ്പെട്ട് യോജിച്ചു പോകാത്തവരാകുന്നു അവർ. റുഹമാഉ ബൈനഹും, എന്നാൽ സത്യവിശ്വാസികൾക്കിടയിൽ വലിയ കാരുണ്യവാന്മാരാണവർ, അന്യോന്യം ദയ കാണിക്കുന്നവരാണവർ. തറാഹും റുക്കഅൻ സുജ്ജദൻ, അവർ റുകൂഅ് ചെയ്യുന്നവരായി, അവർ സുജൂദ് ചെയ്യുന്നവരായി നിനക്ക് കാണാം. അങ്ങനെ നമസ്കരിക്കുകയാണവർ. യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന, ആ നമസ്കാരത്തിൽ നിരന്തരമായവർ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഫദ്ലും അള്ളാഹുവിന്റെ തൃപ്തിയും തേടിക്കൊണ്ടവർ പടച്ച റബ്ബിലേക്ക് നമസ്കരിക്കുകയാണ്. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരിസ് സുജൂദ്, ധാരാളമായി നമസ്കരിച്ചത് കാരണത്താൽ, അങ്ങനെ നമസ്കാരം ദീർഘമായി ചെയ്തതുകൊണ്ട് അവരുടെ നെറ്റിയിൽ, അവരുടെ മുഖങ്ങളിൽ അതിന്റെ അടയാളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാലിക മസലുഹും ഫിത് തൗറാത്ത്, ഇതാണ് ഈ സ്വഹാബത്തിനെ കുറിച്ച് മൂസാ നബിയുടെ തൗറാത്തിൽ പറഞ്ഞത്. തൗറാത്തിൽ പറഞ്ഞതാണ്. ഇപ്പോ സ്വഹാബത്ത് വന്നതിന് ശേഷമല്ല, ആ സ്വഹാബത്ത് വരുന്നതിന് മുൻപേ മൂസാ നബി ലോകത്തേക്ക് കടന്നു വന്ന് ആ തൗറാത്ത് ജനങ്ങളെ പഠിപ്പിച്ച സമയത്ത് ആ തൗറാത്തിലൂടെ പടച്ച റബ്ബ് മുഹമ്മദ് നബിയുടെ അനുയായികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? അവർ കൃത്യമായി നമസ്കരിക്കുന്നവരാണ്, ദീർഘമായി നമസ്കരിക്കുന്നവരാണ്, റുക്കൂ ചെയ്യുന്നവരാണ്. അങ്ങനെ നമസ്കാരത്തിന്റെ അടയാളം അവരുടെ മുഖങ്ങളിൽ, അവരുടെ സംസാരങ്ങളിൽ, അവരുടെ പെരുമാറ്റങ്ങളിലൊക്കെ നിനക്ക് കാണാൻ സാധിക്കും എന്ന്. ഇനിയോ വമസലുഹും ഫിൽ ഇൻജീൽ, തൗറാത്തിൽ മാത്രമല്ല ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇറക്കപ്പെട്ട ഇൻജീലിലും സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇൻജീലിൽ പറഞ്ഞത്? കസർഇൻ, അവർ ഒരു നെൽക്കതിർ പോലെയാണ്. കസർഇൻ, ഒരു നെൽക്കതിർ പോലെയാണ്. അഖ്റജ ശത്തുഹു ശത്തുഹു ഫആസറുഹു, അങ്ങനെ അതിന്റെ കൂമ്പ് പുറത്തേക്ക് കാണിച്ചു, എന്നിട്ട് ഇതാ അതിനെ ശക്തിപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമാകുന്ന നെൽക്കതിർ, ഇസ്ലാമിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്നതിന് അള്ളാഹു ഉപമിക്കുന്നത് ഒരു നെൽക്കതിറിനോടാണ്. ഇസ്ലാമാകുന്ന നെൽക്കതിർ അള്ളാഹുവിന്റെ പ്രവാചകൻ ആദ്യമായി ഈ ഭൂമിയിൽ ഇറക്കിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകനെ സഹായിക്കാൻ, ആ പ്രവാചകനെ സ്വീകരിക്കാനായി, ഇസ്ലാമിനെ സ്വീകരിക്കാൻ ഒരു ചെറുസംഘം സ്വഹാബികളായിരുന്നു. എന്നിട്ട് അവർ കരുത്താർജിച്ചു. ആദ്യം ചെറുസംഘായിരുന്നു, എന്നിട്ട് അവർ ശക്തിപ്പെടുത്തി, എന്നിട്ട് അവർ കരുത്താർജിച്ചു. എന്നിട്ട് അവർ അവരുടെ അതിന്റെ പേരിൽ ഉറച്ചു നിന്നു. ഇസ്ലാമിന് വേണ്ടി ഉറച്ചു നിന്നു എന്നർത്ഥം. നെൽക്കതിർ ശക്തിപ്പെട്ടു, എന്നിട്ട് അതിന്റെ പേരിൽ ഉറച്ചു നിന്നു പറഞ്ഞാൽ സ്വഹാബത്ത് ആദ്യം ചെറുസംഘമായിരുന്നു, പിന്നീട് അവർ അല്ലാഹുവിന്റെ പ്രവാചകനെ ചേർത്തു പിടിച്ചു, ആ പ്രവാചകനോടൊപ്പം ഉറച്ചു നിന്നു അവർ. അങ്ങനെ അത് കർഷകർക്ക് അത്ഭുതം തോന്നിച്ചു. അള്ളാഹുവിന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. സ്വഹാബത്തിനെ കുറിച്ച് പറയാ അതെ, ആ സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ ഒരു കാറ്റിലും കോളിലും ഇളകാത്ത, ഒരിക്കലും പതറാത്ത മനുഷ്യന്മാരായി, അത്രക്കും അങ്ങനെയുള്ള മനുഷ്യന്മാരായി അവർ മാറി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. യുഅ്ജിബുസ്സുറാ, അവരുടെ ഐക്യവും അവരുടെ സ്നേഹവും അവരുടെ സഹകരണവും
അവരുടെ ചേർത്തുപിടിക്കലുമൊക്കെ മറ്റുള്ളവർക്ക് ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുമായിരുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുമാറ് ആ സ്വഹാബികളുടെ ജീവിതം കണ്ടാൽ മറ്റുള്ളവർക്ക് അത്ഭുതപ്പെടുമാറ് അവർ ജീവിച്ചു കാണിച്ചു കൊടുത്തു എന്ന്. അവരാണ് സ്വഹാബത്ത്. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം, എന്റെ ജനങ്ങളെ, ഞാൻ പല കൊട്ടാരങ്ങളിലും പോയിട്ടുണ്ട്. നിവേദക സംഘത്തോടൊപ്പം പലയിടത്തേക്കും ഞാൻ പോയിട്ടുണ്ട്. റോമൻ ചക്രവർത്തി സീസറിന്റെയും പേർഷ്യൻ രാജാവായ കൈസറിന്റെയും അബിസീനിയ രാജാവായ നജ്ജാശിയുടെയും കൊട്ടാരത്തിൽ ഞാൻ പോയിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ പോയപ്പോൾ രാജാക്കന്മാരാണ്, ഓരോ രാജ്യത്തിന്റെയും രാജാക്കന്മാരാണ്. ആ കൊട്ടാരത്തിലേക്ക് ഞാൻ പോയപ്പോ ആ കൊട്ടാരത്തിലെ രാജാക്കന്മാരെ അനുയായികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുയായികളെയും താരതമ്യം ചെയ്തുകൊണ്ട് മഹാനായ ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം, മുഹമ്മദ് നബിയുടെ അനുയായികൾ മുഹമ്മദ് നബിയെ സ്വീകരിക്കുന്നത് പോലെ, മുഹമ്മദ് നബിയുടെ അനുയായികൾ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് പോലെ ഒരാളെയും എവിടെയും ഒരു രാജാവിനെയും ഒരു അനുയായും സ്നേഹിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന്. അതാണ് ഖുർആൻ പറഞ്ഞത്, യുഅ്ജിബു സുറാ, ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുമാറ് അവരുടെ ഐക്യവും അവരുടെ സ്നേഹവും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞൊരു പ്രയോഗമുണ്ട്, ലിയഗീല ബിഹിമുൽ കുഫാർ. എന്തിനാണെന്നറിയോ? അവരുടെ സ്നേഹവും ഐക്യവും സന്തോഷവും ചേർത്തുപിടിക്കലും അത്ഭുതപ്പെടുത്തുമാറ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയാ, ലിയഗീല ബിഹിമുൽ കുഫാർ. സത്യനിഷേധികളെ അരിശം പിടിപ്പിക്കാൻ വേണ്ടിയാണ്, സത്യനിഷേധികളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ സ്വഹാബത്തിന്റെ ഐക്യം കാണുമ്പോ, അവർ പ്രവാചകനെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോ, സ്വന്തം ജീവനേക്കാളേറെ അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നത് കാണുമ്പോ, പ്രവാചകനെ സംരക്ഷിക്കുന്നത് കാണുമ്പോ ഖുർആൻ പറയാ, ലിയഗീല ബിഹിമുൽ കുഫാർ. അവർക്ക് ദേഷ്യം പിടിക്കും, അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം സ്വഹാബത്തിനെ കാണുന്നതും ആ സ്വഹാബത്ത് പ്രവാചകനെ സംരക്ഷിക്കുന്നത് കാണുന്നതും നിഷേധികൾക്ക്, കുഫാറുകൾക്ക് ഇഷ്ടപ്പെടുന്ന വിഷയമല്ല. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, സ്വഹാബത്തിനെ കുറ്റം പറയുന്നവർ, സ്വഹാബത്തിനെ തെറ്റായി ചിത്രീകരിക്കുന്നവർ, സ്വഹാബത്തിനെ അംഗീകരിക്കാത്തവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. അവർ കുഫറാണ് സ്വീകരിച്ചത്, അവർ കാഫറുകളാണ് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, സ്വഹാബികളെ കുറിച്ച് കേൾക്കുമ്പോൾ ദേഷ്യം തോന്നുന്നവർ, സ്വഹാബികളെ കുറിച്ച് പറയുമ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നവർ, സ്വഹാബികളെ കുറിച്ച് പറയുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു പ്രയാസം തോന്നുന്നവർ, അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ലിയഗീല ബിഹിമുൽ കുഫാർ. അത് അല്ലാഹു അങ്ങനെ തന്നെ സംവിധാനിച്ചതും സൃഷ്ടിച്ചതും അത് അവർക്ക് ദേഷ്യം പിടിക്കാൻ വേണ്ടി തന്നെയാണ്. വഅദല്ലാഹുല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി മിൻഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ. അവർക്ക് അല്ലാഹു വലിയ സ്വർഗം, പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിൽ എന്താ പറഞ്ഞത്? മുഹമ്മദ് നബിയുടെ അനുയായികളായ സഹാബത്തിനെ കുറിച്ച് പറയുന്നു. അവരെ കുറിച്ച് ഇഞ്ചീലിലും അതേപോലെ തന്നെ തൗറാത്തിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എപ്പോ? തൗറാത്ത് എപ്പോഴാ വന്നത്? ഇഞ്ചീൽ എപ്പോഴാ വന്നത്? മുഹമ്മദ് നബി വരുന്നതിനേക്കാളും എത്രയോ മുൻപ് ആ തൗറാത്തിലും ഇഞ്ചീലിലും ഈ സ്വഹാബത്തിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അത് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മനോഹരമായ ജീവിതം, ആ പ്രവാചകന്റെ മനോഹരമായ ജീവിതത്തിന് ഭംഗി കൂട്ടുന്നത് സ്വഹാബത്തിന്റെ ചേർത്തുപിടിക്കലായിരുന്നു. സ്വഹാബത്തും നബിയും തമ്മിലുള്ള വല്ലാത്തൊരു ബന്ധം. അതുകൊണ്ടാണ് റസൂലുള്ളാഹ് സ്വഹാബത്തിനെ വിശദീകരിക്കുന്ന, സ്വഹാബികളുടെ ശ്രേഷ്ഠത വിശദീകരിക്കുന്ന ഒരു ഹദീസുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും ഈ ഹദീസൊന്നും അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടാണ് മീഡിയകളിലൂടെ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിമാരെ ചീത്ത പറയുന്നത്, തെറി പറയുന്നത്. സ്വഹാബത്തിനെ തെറി പറയുന്നത് പുണ്യമാണെന്ന് വിശ്വസിക്കുന്ന ജൂതന്മാരുടെ സെട്ടികൾ എന്നുമുണ്ട്, അനുയായികൾ എന്നുമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിനെ തെറി വിളിക്കുന്നത് ഇബാദത്താണെന്ന് എഴുതി വെച്ച മലയാള പുസ്തകം പോലുമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്തിനെ കുറിച്ച് പറയുകയാണ്, അന്നുജൂമു അമനത്തുൻ ലിസ്സമാ. ആകാശത്തിന്റെ കാവൽഭടന്മാരാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ കാവൽഭടന്മാരാണ്. ഫഇദാ സഹബത്തിൻ നുജൂമു അത്തസ്സമാഉ മാ തുഅദ്. അങ്ങനെ ആ നക്ഷത്രങ്ങൾ നീങ്ങിയാൽ അത് സംഭവിക്കുകയായി, വാഗ്ദത്തം ചെയ്തത് സംഭവിക്കുകയായി എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ ഖിയാമത്ത് സംഭവിക്കും, ആകാശം പൊട്ടിപ്പിളരും, ആകാശത്തിന്റെ സംരക്ഷണം തീരുമെന്നർത്ഥം. ആ സംരക്ഷണമാണ് യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ
ഖിയാമത്ത് സംഭവിച്ചു, ആകാശം പൊട്ടിപ്പിളരും. എന്നിട്ട് പറഞ്ഞു വഅന അമനത്തുൻ ലിഅസ്ഹാബി, ഞാൻ എൻ്റെ സ്വഹാബത്തിന്റെ കാവലാളാണ്. വഅന അമനത്തുൻ ലിഅസ്ഹാബി, ഞാൻ എൻ്റെ സ്വഹാബികളുടെ കാവലാളാണ്. ഫഇദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ മരണപ്പെട്ടാൽ അവർക്ക് വാഗ്ദത്തം ചെയ്തത് വരിക തന്നെ ചെയ്യും, അവരുടെ സംരക്ഷണം നഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വഹാബികൾക്കിടയിൽ ഭിന്നതയുണ്ടാകില്ല, സ്വഹാബത്തിനിടയിൽ ഫിത്നയുണ്ടാകില്ല. എന്നാൽ ഞാൻ മരണപ്പെട്ടാൽ അവരിലേക്ക് അത് വന്നെത്തും. എന്നിട്ട് പറഞ്ഞു വഅസ്ഹാബി അമനത്തുൻ ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന്റെ സംരക്ഷകരാണ് എൻ്റെ സ്വഹാബത്തെ, നമ്മുടെ സംരക്ഷകരാണ് സ്വഹാബികൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കാവലാളാണ്, ഈ ഉമ്മത്തിന്റെ കാവലാളാണ്, ഈ സമുദായത്തിന്റെ കാവലാളുകളാണ്. ഫഇദാ ദഅബ അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ, സ്വഹാബികളെല്ലാവരും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന് വാഗ്ദാനം ചെയ്തതെന്താണോ, വാഗ്ദത്തം ചെയ്തതെന്താണോ അത് വരിക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഇത് സംഭവിക്കും. ഫിത്നകൾ വരും, ഫിത്നക്ക് പുറമെ ബിദ്അത്തുകൾ വരും. സ്വഹാബികളുടെ കാലശേഷമാണ് ബിദ്അത്ത് വ്യാപകമാകുക. സ്വഹാബികളുള്ള സമയത്ത് ബിദ്അത്തിനെ തടുക്കാനും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ഇതാണെന്ന് പഠിപ്പിക്കാനും സ്വഹാബത്തിന് കഴിയും. എന്നാൽ സ്വഹാബത്തിന്റെ മരണശേഷം സ്വഹാബത്ത് ലോകത്തോട് യാത്ര ചോദിച്ചാൽ ബിദ്അഈ കക്ഷികൾക്ക് കടന്നു വരാനും അവർക്ക് ബിദ്അത്തുകൾ സ്ഥാപിക്കാനും അവർക്ക് കഴിയും. അങ്ങനെ വ്യാപകമാകും ബിദ്അത്ത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നമ്മൾ മനസ്സിലാക്കണം, സ്വഹാബികളെ കുറിച്ച് മനസ്സിലെ പല ചരിത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കും. പക്ഷേ അങ്ങനെ എന്ത് ചരിത്രങ്ങൾ കേട്ടാലും സ്വഹാബികളെ കുറിച്ച് മനസ്സിൽ ഒരല്പം പോലും ഒരു തെറ്റായ രൂപത്തിൽ ചിത്രീകരിക്കുകയോ അവരോടൊരു വെറുപ്പ് വരികയോ, എന്തേ സ്വഹാബത്ത് ഇങ്ങനെ എന്നൊരു ചോദ്യം പോലും നമ്മുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല. കാരണം അവരെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ അങ്ങനെയാണ്. ലാ തസുബ്ബു അസ്ഹാബി, എന്റെ സ്വഹാബത്തിനെ കുറിച്ച് നിങ്ങൾ ചീത്ത പറയരുത്, അവരെ നിങ്ങൾ കുറ്റം പറയരുത്. ഫലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബൻ മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു, നിങ്ങളിൽ ഒരാൾ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും, ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും എന്റെ സ്വഹാബത്തെ ഒരു അരിമണി അല്ല അതിന്റെ പകുതി ദാനം ചെയ്തതിന്റെ എത്ര പോലും എത്തുകയില്ല. ഉഹുദ് മല എന്നാലോചിക്കെ, കണ്ടവരല്ലേ, നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് നോക്കിയേ. 7.5 കിലോമീറ്റർ നീളമുണ്ട്, 3 കിലോമീറ്റർ വീതിയുണ്ട്, ഏകദേശം 3500 കിലോമീറ്റർ ഉയരമുണ്ട്, 3500 അടി ഉയരമുണ്ട്. ആ ഊതുമല എന്നാലോചിക്കെ, അത്രയൊന്നും വേണ്ട, ഒരു 5 കിലോ സ്വർണം നമ്മളെ കൈ കിട്ടിയിരിക്കാം. 5 കിലോ സ്വർണം. ആ സ്വർണം പള്ളി പണിയാനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മളിങ്ങനെ ചെലവഴിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ, ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാൽ പോലും സ്വഹാബത്ത് ഒരു ധാന്യമണി, അരിമണി അല്ല അതിന്റെ പകുതി ദാനം ചെയ്തതിന്റെ, സ്വതക്ക ചെയ്തതിന്റെ അത്ര നിങ്ങൾക്ക് എത്താൻ കഴിയില്ല. അത്രക്കും ശ്രേഷ്ഠവാന്മാരാണ് സ്വഹാബത്ത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ സ്നേഹിക്കാൻ, അവരെ ആദരിക്കാനാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സറു അസ്ഹാബി, എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ വിട്ടേക്ക്, അവരെ നിങ്ങൾ ചീത്ത പറയരുത്. ലാ തഖൂലു ഫീഹിം ഇല്ലാ ഖൈറാ, അവരെ കുറിച്ച് നന്മയല്ലാത്തതൊന്നും നിങ്ങൾ പറയരുത്. നിങ്ങളെ മനസ്സിലെ ആ സ്വഹാബത്തിനെ കുറിച്ച് നന്മയല്ലാത്തതൊന്നും കടന്നു വരാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, മൻ സബ്ബ അസ്ഹാബി, ആരെങ്കിലും എന്റെ സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തു വന്നാസി അജ്മഈൻ, അള്ളാഹുവിന്റെ ശാപമുണ്ടാകും, മാലാകമാരുടെ ശാപമുണ്ടാകും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും ശാപം അവർക്കുണ്ടാകും. അല്ലാഹ് ശപിക്കൂന്നർത്ഥം, അള്ളാന്റെ ശാപം ഉണ്ടാവുന്നർത്ഥം, മലക്കുകളുടെ ശാപം ഉണ്ടാകുമെന്നർത്ഥം. ആരെ? സ്വഹാബത്തിന് ചീത്ത പറഞ്ഞാൽ, സ്വഹാബത്തിനെ ആക്ഷേപിച്ചാൽ, സ്വഹാബത്തിന് കുറ്റം പറഞ്ഞാൽ. മഹാനായ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, സ്വഹാബത്തിനെ ആക്ഷേപിക്കുക എന്നത് അൽ കബായിർ, വൻപാപങ്ങളിൽ പെട്ടതാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ സ്വഹാബത്തിന്റെ ശ്രേഷ്ഠത വിശദീകരിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട് കേട്ടോ, ഒരുപാട് ഹദീസുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹാബത്തിന്റെ ശ്രേഷ്ഠത വിശദീകരിക്കുന്ന ഹദീസുകൾ. ആവർത്തനം ഭയന്നുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം,
സ്വഹാബത്തിനെ എങ്ങനെ റസൂലുള്ള പഠിപ്പിച്ചോ അതുപോലെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. സ്വഹാബത്തിനെ എങ്ങനെയാണ് റസൂലുള്ള കാണാൻ പറഞ്ഞത് അതുപോലെ കാണാൻ നമുക്ക് സാധിക്കണം. പക്ഷേ ഏത് കാലഘട്ടത്തിലും സ്വഹാബത്തിനെ ചീത്ത പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഗൽഭരായ സ്വഹാബികളെ അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്നും ഏറ്റവും കൂടുതൽ ഹദീസുകൾ ലോകത്തെ പഠിപ്പിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഇവരെ കുറിച്ചൊക്കെ വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുകയും അവരെ കുറിച്ച് തെറി പറയുകയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരെ കുറിച്ച് നിങ്ങൾ ഈ തെറി വിളിക്കുന്നത്, അവരെ കുറിച്ച് നിങ്ങൾ മോശമായി സംസാരിക്കുന്നത് നിങ്ങൾക്ക് പുണ്യം രേഖപ്പെടുത്താൻ കാരണമാകുമെന്ന് നഊദു ബില്ലാഹ് എഴുതി വെച്ച പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ജൂതന്മാരുടെ സൃഷ്ടികളാണ്, അവരുടെ അനുയായികൾ ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട്. അങ്ങനെ ചിത്രീകരിക്കുന്നവർ മീഡിയകളിലൂടെ വന്നിരുന്നു കൊണ്ട് സ്വഹാബത്തിനെ തെറി വിളിക്കുന്നത് കാണുമ്പോ, സ്വഹാബത്തിനെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോ, അവരുടെ ലേഖനങ്ങളിൽ, അവരുടെ എഴുത്തുകളിൽ, അവരുടെ സംസാരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം, ഏത് കാലത്തൊക്കെ ഇസ്ലാമിൽ നിന്ന് ആളുകൾ പുറത്തു പോയിട്ടുണ്ടോ. ഇന്നങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ മീഡിയകളിലേക്ക് വന്നാൽ കാണാൻ കഴിയും എക്സ് മുസ്ലിം എന്നാണ്. എന്നാലും മുസ്ലിം എന്നുള്ള പദം അവർ മാറ്റൂല. ഇതിന്ന് പുറത്തു പോകാൻ ആഗ്രഹിച്ചാൽ പോലും ആ മുസ്ലിം അവരുടെ ഒരു വാലായി കൊണ്ട് നടക്കും, എക്സ് മുസ്ലിം. എന്നിട്ട് മീഡിയകളിൽ വരും, എന്നിട്ട് സംവാദം എന്ന് പറഞ്ഞ് അവർ തന്നെ ചേർന്നിരിക്കും, എന്നിട്ട് സ്വഹാബത്തിനെ കുറ്റം പറയും, ഹദീസുകളെ കുറ്റം പറയും. ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവരാദ്യം ചെയ്തത് സ്വഹാബത്തിനെ തെറി വിളിക്കലാണ്, സ്വഹാബത്തിനെ ആക്ഷേപിക്കലാണ്, സ്വഹാബത്തിനെ തെറ്റായി ചിത്രീകരിക്കലാണ്, തെറ്റിദ്ധരിപ്പിക്കലാണ്. എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത്? സ്വഹാബത്തിനെ കാഫിറാക്കുകയും സ്വഹാബത്തിന് അബദ്ധം പറ്റുകയും ചെയ്തുവെന്ന് പറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഒരുപാട് കക്ഷികളെ നമുക്ക് കാണാൻ കഴിയും. അവരൊക്കെ മത്സരിക്കുകയായിരുന്നു സ്വഹാബത്തിനെ ആക്ഷേപിക്കാൻ, സ്വഹാബത്തിനെ തെറി വിളിക്കാൻ, സ്വഹാബത്തിന്റെ മാർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ. എന്തിനെന്നറിയോ? എങ്കിലേ ഇസ്ലാമിനെ തകർക്കാൻ സാധിക്കൂ എന്ന് ശത്രുക്കൾക്കറിയാം. സ്വഹാബത്തിനെ മാറ്റിവെച്ചാലേ, ഞാൻ പറഞ്ഞല്ലോ, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് വളരെ കൃത്യമായി. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ അതിന്റെ മഹത്വം പറയുന്നുണ്ട്. ആ ഹദീസുകൾ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ ബാബുൽ ഇസ്ലാം. ഏറ്റവും കൂടുതൽ ഹദീസ് നിഷേധികൾ, അതേപോലെ തന്നെ ഈ മുഅ്തസിലിയാക്കൾ, മുഅ്തസിലിയാക്കളാണ് പിൽക്കാലത്ത് ഹദീസ് നിഷേധികളായി കടന്നു വന്നത് കേട്ടോ. ആദ്യ കാലഘട്ടത്തിൽ മുഅ്തസിലിയ വിഭാഗം കടന്നു വന്നു. അവരാണ് ആദ്യമായി ഹദീസുകൾ നിഷേധിച്ചത്. അവരെങ്ങനെയാണ് ഹദീസ് നിഷേധിച്ചത്? അവർ സ്വഹാബത്തിനെ തള്ളി പറഞ്ഞു. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിനെ കുറ്റം പറഞ്ഞും തെറ്റായി ചിത്രീകരിച്ചും, അതോടൊപ്പം മറ്റു ചില സ്വഹാബികളെ ഉയർത്തി കാണിച്ചുമൊക്കെ ചില ആളുകൾ ഷിയാക്കളും ജൂതന്മാരുമൊക്കെ ഷിയാക്കളും അതേപോലെ തന്നെ മുഅ്തസിലിയ വിഭാഗങ്ങളും റാഫിദിയാക്കളും ഒക്കെ പിൽക്കാലത്ത് കടന്നു വന്നപ്പോ അവരാദ്യം ചെയ്തത് സ്വഹാബത്തിനെ ജനങ്ങളിൽ നിന്ന് മാറ്റിവെക്കലാണ്. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നറിയോ? മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ കവാടമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതിനവർ അംഗീകരിച്ചില്ല. അതിന് തള്ളിക്കളഞ്ഞാൽ, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറഞ്ഞാൽ നേരെ പോവാ പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തള്ളി പറഞ്ഞാൽ പിന്നെ പോക ആയിഷ ബീവിയിലേക്കാണ്. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ആയിഷ ബീവി, അതേപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികളെ തള്ളി പറഞ്ഞാൽ അതോടെ അവർക്ക് ഇസ്ലാമിനെ തകർക്കാൻ കഴിയും എന്നവർ വിശ്വസിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയാണ് അവർക്ക് ഏറ്റവും വലിയ ദേഷ്യം. നിങ്ങൾ ഇന്നും ആ വിഭാഗം ആളുകളുടെ സൈറ്റിൽ ഒന്ന് പരിശോധിച്ചാൽ, അത് പോകാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ, അതൊക്കെ ഒന്ന് വായിക്കാൻ എപ്പോഴെങ്കിലും അവസരം ലഭിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഏറ്റവും കൂടുതൽ അവർക്ക് ദേഷ്യം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയാണ്. എന്തേ കാരണം എന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകരിൽ നിന്നും വളരെ കൃത്യമായ ഹദീസുകൾ ഏറ്റവും കൂടുതൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്, എത്തിച്ചു തന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരാളാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തെറ്റായി സമൂഹത്തിൽ ചിത്രീകരിക്കണം. എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും ആളുകൾ മാറി നിൽക്കും.
അതിനുവേണ്ടി അവർ കണ്ടെത്തിയ ആ മാർഗമാണ് സ്വഹാബത്തിനെ കാഫറാക്കുക, സ്വഹാബത്തിനെ കള്ളന്മാരാക്കുക എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ള പറയുന്നുണ്ട്, സ്വഹാബികളെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. അവരെ വെറുക്കൽ ഇസ്ലാമിനോട് വെറുപ്പ് കാണിക്കുന്നതിന് തുല്യമാണ്. കാരണം സ്വഹാബത്ത് ദീനിന്റെ വാഹകരാണ്. സ്വഹാബികളോടുള്ള സ്നേഹം നബിയോടുള്ള സ്നേഹമാണ്. സ്വഹാബത്തിനോടുള്ള വെറുപ്പ് നബിയോടുള്ള വെറുപ്പാണ് എന്ന് മഹാനായ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ള പറയുന്നുണ്ട്. സ്വഹാബത്തിന് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനർത്ഥം സ്വഹാബികളെല്ലാം പാപസുരക്ഷിതരാണ്, പ്രവാചകന്മാരെ പോലെ എന്നൊന്നും അർത്ഥമില്ല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. അവർ മനുഷ്യരാണ്. പക്ഷേ ആ സ്വഹാബത്തിനെ കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങൾ കണ്ടാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കുകളാണ്, സ്വഹാബത്തിനെ കുറിച്ച് മഹത്വപ്പെടുത്തുന്ന വാക്കുകളാണ്. കാരണം മോശക്കാരാണെങ്കിൽ, ഇവരിത്തരം കള്ളന്മാരാണെങ്കിൽ, നഊദു ബില്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അവരങ്ങനത്തെ ആളുകളാണെങ്കിൽ ഒരിക്കലും വിശുദ്ധ ഖുർആൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പറയില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് ഈ രൂപത്തിൽ പുകഴ്ത്തി പറയില്ലല്ലോ. മാത്രവുമല്ല, ചരിത്രത്തിലൂടെ വളരെ കൃത്യമായി പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കാണാൻ ഈ സ്വഹാബത്തിനെ കുറിച്ച് തെറ്റായ രൂപത്തിൽ ചിത്രീകരിക്കപ്പെടുന്ന ചരിത്രങ്ങൾ ഏത് കാലത്തൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ വളരെ കൃത്യമായി ആ പരാമർശങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പിൽക്കാലഘട്ടത്തിൽ ശത്രുക്കൾ കൂട്ടിച്ചേർത്തതാണ് അതിൽ പലതും എന്ന് നമുക്ക് കാണാൻ കഴിയും. പല ചരിത്രങ്ങളും അങ്ങനെയാണ്. നമ്മൾ പല യുദ്ധങ്ങളും സ്വഹാബികളെ കുറിച്ച് കേൾക്കുമ്പോൾ, സ്വഹാബത്തിനിടയിൽ ഉണ്ടായിരുന്ന ഭിന്നതകളെ കുറിച്ച് കേൾക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ അതൊക്കെ പർവ്വതീകരിച്ച് അവരങ്ങനത്തെ ആളുകളായിരുന്നു. നബിയോടൊപ്പമുള്ള ഈ സ്വഹാബികളെയാണോ പരസ്പരം പോരടിച്ച, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് കൊല നടത്തിയ ഈ സ്വഹാബികളെയാണോ പിൻപറ്റേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടി ശത്രുക്കളായ ആളുകൾ പിൽക്കാലത്ത് ചരിത്രത്തിൽ വെള്ളം ചേർത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച പല ചരിത്ര ഗ്രന്ഥങ്ങളുമാണ് പിൽക്കാലത്ത് പ്രചാരണത്തിൽ നമുക്ക് കാണുന്നതും പലപ്പോഴും നമുക്ക് വായിക്കാൻ കഴിയുന്നതും. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, സ്വഹാബികളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പല ചരിത്ര റിപ്പോർട്ടുകളും ശത്രുക്കളുടെ നിർമ്മിതികളാണ്, ശത്രുക്കൾ ഉണ്ടാക്കിയതാണ്, അതല്ലെങ്കിൽ വികൃതമാക്കപ്പെട്ട ചരിത്ര സംഭവങ്ങളാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. ഇനി അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇനിയൊരു പക്ഷേ സ്ഥിരപ്പെട്ടു വന്നവയായ അത്തരം ചരിത്രങ്ങൾ ഒരു കാരണവശാലും അവരെ ആക്ഷേപിക്കാൻ ന്യായമല്ലാത്ത മനുഷ്യ സഹജമായ കാരണങ്ങളാൽ അവരിൽ വന്നതായിരിക്കാം, മനഃപൂർവ്വമല്ലാത്ത പ്രവർത്തനങ്ങളായിരിക്കാം എന്ന് മഹാനായ ഇമാം ബർബഹാരി റഹ്മഹുല്ലാ പറയുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, ആയിഷയും ത്വൽഹത്തും സുബൈറും റളിയല്ലാഹു അൻഹും അവർ തമ്മിലുണ്ടായ യുദ്ധത്തിൽ നിങ്ങൾ മൗനം അവലംബിക്കണം. കാരണം അവരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് ബരമേൽപ്പിക്കിൻ. നിങ്ങൾ അതിനെക്കുറിച്ച് വല്ലാത്ത ബേജാറാവണ്ട, നിങ്ങൾ അതിന്റെ പിന്നാലെ പോകേണ്ടതില്ല. അവരൊക്കെയും റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് വിശുദ്ധ ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകിയവരാണ്. പിന്നെന്തിനാ അവരുടെ കാര്യത്തിൽ നിങ്ങൾ ആശങ്കപ്പെടുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ചോദിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സുകിറ അസ്ഹാബി ഫഅംസികൂ, എന്റെ സ്വഹാബത്തിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അവരെ കുറിച്ച് മോശമായി നിങ്ങൾ കേട്ടാൽ, ഫഅംസികൂ, അവിടെ നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങളെ നാവ് അവിടെ പിടിച്ചു വെക്കണം, പിന്നെ നിങ്ങൾ അതിലേക്ക് പോകണ്ട. നിങ്ങളെ സംസാരത്തിലൊക്കെ ചരിത്രങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ നേരത്തെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ശത്രുക്കളുടെ കൈകടത്തൽ മൂലം പലതും കടന്നു വന്നിട്ടുണ്ട്. അതാണ് സത്യമെന്നുള്ള രൂപത്തിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ അത് കേൾക്കുമ്പോഴേക്കും, അത് വായിക്കുമ്പോഴേക്കും, അത്തരം ചർച്ചകൾ വരുമ്പോഴേക്കും ഫഅംസികൂ, നിങ്ങൾ അവിടെ നിർത്തണം, അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങളെ ചർച്ചകളെ കൊണ്ടുപോകരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, തിൽക ദിമാഉൻ തഹറല്ലാഹു മിൻഹാ ഐദിയനാ ഫലാ നുലവ്വിസ് ബിഹാ അൽസിനതനാ. ആ രക്തങ്ങളുണ്ടല്ലോ, അവരുടെ യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, ആ രക്തങ്ങൾ നമ്മുടെ കൈകളിൽ നിന്ന് അള്ളാഹു ശുദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ നാവുകളെ
അത്തരം വിഷയത്തിൽ മലിനമാക്കാതിരിക്കുക എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. എന്ന് പറഞ്ഞാൽ അന്ന് യുദ്ധം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ഉണ്ടായിട്ടില്ലല്ലോ. അന്ന് നമ്മളാരും ജീവിച്ചിരുന്നിട്ടില്ലല്ലോ. ആ യുദ്ധത്തിൽ നമ്മളാരും പങ്കെടുത്തിട്ടില്ലല്ലോ. നമ്മുടെ കൈകൊണ്ട് ഒരു സ്വഹാബത്തിന് നേരെയും നമ്മൾ വാളെടുത്തിട്ടില്ലല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ നാവിനെ അതിലേക്ക് കൊണ്ടുപോണ്ട. കൈകൾ ശുദ്ധമാണ് എന്നതുപോലെ തന്നെ സ്വഹാബത്തിന്റെ വിഷയത്തിൽ കൈകൾ ശുദ്ധമാണ് എന്നതുപോലെ തന്നെ നിങ്ങളുടെ നാവും ശുദ്ധമാക്കി വെക്കുക എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, സ്വഹാബികൾക്കുള്ള ശ്രേഷ്ഠത വിശദീകരിക്കുന്ന ധാരാളം ഹദീസുകൾ. അത് അംഗീകരിച്ചേ പറ്റൂ. അവരെല്ലാവരും നീതിമാന്മാരാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അവരെല്ലാവരും ദീനിന്റെ വിഷയത്തിൽ സത്യസന്ധരാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം. അവരെല്ലാവരും ദീനിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്നും പിൽക്കാലത്തുള്ള ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് പിൻപറ്റാൻ പറ്റുന്ന രൂപത്തിൽ അഹ്ലുസുന്നയുടെ നേതാക്കന്മാരായി സ്വഹാബത്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നമ്മളൊക്കെ പ്രാർത്ഥിക്കണം അല്ലാഹുവോട്. നമ്മൾ അള്ളാഹുവിനോട് ഇന്നും പ്രാർത്ഥിച്ചില്ലേ? അള്ളാഹുവേ, നേരായ മാർഗത്തിലൂടെ നീ ഞങ്ങളെ വഴി നടത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അള്ളാഹുവേ, നീ ഇഷ്ടപ്പെട്ടവരുടെ, നീ തൃപ്തിപ്പെട്ടവരുടെ ആ മാർഗമുണ്ടല്ലോ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമുണ്ടല്ലോ, ആ മാർഗത്തിലൂടെ നീ ഞങ്ങളെ വഴി നടത്തണേ എന്നാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചത്. പിഴച്ചുപോയ നിന്റെ കോപത്തിന് അർഹരായ ആളുകളുടെ മാർഗത്തിലല്ല റബ്ബേ, നീ ഇഷ്ടപ്പെടുന്നവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ വഴി നടത്തണേ എന്നാണ്. ആരാണ് ആ ഇഷ്ടപ്പെട്ടവർ? ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ? അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലെ 69-ാമത്തെ ആയത്തിൽ ഈ ആയത്തിനെ വിശദീകരിക്കുന്നുണ്ട്. മിനൻ നബിയ്യീൻ വസ്സുദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. ഖുർആൻ പറയാണ്, ആ ഹിദായത്തിന്റെ മാർഗത്തിൽ മുന്നേറിയവർ പ്രവാചകന്മാരാണ്, അമ്പിയാക്കളാണ്, അതുപോലെ തന്നെ ശുഹദാക്കളാണ്, സിദ്ദീഖുകളാണ്, സ്വാലിഹീങ്ങളാണ്. പ്രവാചകന്മാരുടെ പിൻഗാമികളായ സ്വഹാബികളുടെ മാർഗത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ വഴി നടത്തണേ എന്നാണ് ഇന്നും നമ്മൾ അള്ളാഹുവോട് ദുആ ചെയ്തത്. ഇതാണ് സ്വഹാബത്തി എന്ന് പറഞ്ഞാൽ. ആ സ്വഹാബത്തിനെ അംഗീകരിക്കലും ആ സ്വഹാബത്തിനെ സ്വീകരിക്കലും ആ സ്വഹാബത്തിന്റെ മാർഗത്തെ പിൻപറ്റലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ സ്വഹാബത്തിനെ മാറ്റിവെച്ചാൽ റസൂലുള്ളാഹിന്റെ സുന്നത്ത് അവിടെ അവസാനിക്കും. പ്രവാചകന്റെ സുന്നത്ത് പിൽക്കാലക്കാർക്ക് പറഞ്ഞു തന്നത് സ്വഹാബത്താണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ചേകന്നൂർ മൗലവിയുടെ ഒരു വിഭാഗം ആളുകൾ ഹദീസ് നിഷേധികളായ, ഹദീസ് അംഗീകരിക്കാത്ത ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുർആന മാത്രമാണ് ഞങ്ങളുടെ പ്രമാണം, ഹദീസ് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു മാറിപ്പോയ ഒരു വിഭാഗം ആളുകൾ. അവരുടെ പിൻഗാമികൾ ഇന്നുമുണ്ട്. നമ്മൾ അറിയണം, പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിലെ ചില പരാമർശങ്ങളെ തെറ്റായി ചിത്രീകരിച്ച് പുതിയ തലമുറയെ ഇസ്ലാമിൽ നിന്നും പുറകോട്ട് വലിക്കാൻ, ഇസ്ലാമിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ, ഇതാണ് ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഈ സ്വഹാബികളെ ചീത്ത പറഞ്ഞുകൊണ്ടാണ്, ഈ സ്വഹാബികളെ മാറ്റിവെക്കുന്നത് മൂലമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം ആ സ്വഹാബത്തിന്റെ മാർഗം. ആ സ്വഹാബത്തിന്റെ ഇടയിൽ തന്നെ വ്യത്യസ്ത പദവികളിലുള്ളവരുണ്ട്. മുഹാജിറുകളുണ്ട്, അൻസാറുകളുണ്ട്. അതുപോലെ തന്നെ ചില സ്വഹാബികൾക്ക് പ്രത്യേകമായ പദവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞവരുണ്ട്. അതേപോലെ തന്നെ 10 സ്വഹാബികൾ അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വർത്തമാനം അറിയിക്കപ്പെട്ട 10 സ്വഹാബികളുണ്ട്. നമ്മൾ പഠിക്കണം ആ സ്വഹാബത്തിനെ കുറിച്ച്. അവർക്കും കുടുംബമുണ്ടായിരുന്നു, അവർക്കും ജീവിതമുണ്ടായിരുന്നു, അവർക്കും മക്കളുണ്ടായിരുന്നു, അവർക്കും ജോലിയുണ്ടായിരുന്നു. പക്ഷേ ആ സ്വഹാബത്ത് ഒന്നടങ്കം അള്ളാഹുവിനോടൊരു കരാർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, മിനൽ മുഅ്മിനീന റിജാലുൻ, അവർ ഒരു വിഭാഗം മനുഷ്യന്മാരായിരുന്നു, സദഖൂ മാ ആഹദു അലൈഹിം, അള്ളാഹുവോട് ഏറ്റെടുത്ത കരാറ് സത്യസന്ധമായ രൂപത്തിൽ നിറവേറ്റിയ ഒരു സ്വഹാബത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവാചകന്റെ ചരിത്രം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രവാചകന്റെ ചരിത്രം മനോഹരമാകണമെങ്കിൽ സ്വഹാബത്തിന്റെ ചരിത്രം പഠിക്കണം, സ്വഹാബത്തിനെ കുറിച്ച് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രം മനോഹരമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും സ്വഹാബത്തിന്റെ ചേർത്ത് പിടിക്കലായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ സ്വഹാബത്തിന്റെ സുന്നത്ത് പിൻപറ്റി, ആ പ്രവാചകന്റെ സുന്നത്ത് പിൻപറ്റി
പിന്നെ സ്വഹാബത്തിന്റെ മാതൃകയായി സ്വീകരിച്ച് ആ സ്വഹാബത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാനും അത് മുഖേന സ്വർഗത്തിന്റെ അവകാശികളാകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകിയാൽ സ്വഹാബത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. കഴിയുമെങ്കിൽ ഓരോ സ്വഹാബത്തിനെ കുറിച്ചും അവിടുത്തെ ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഓരോ ക്ലാസ്സിലായി നമ്മൾ പഠിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകിയാൽ പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമുക്കത് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തൊരുമിക്കൽ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിമാരുടെ ചരിത്രം പഠിക്കാൻ, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, തഖ്വയും ഈമാനും കൂടുതൽ കൈവരിക്കാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ ഇത് മരണപ്പെട്ടു പോയ ഞങ്ങളുടെയൊക്കെ ഉമ്മമാർ, ഉപ്പമാർ, വല്ലിപ്പമാർ, വല്യമ്മമാർ, ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, നീ അവർക്ക് സ്വർഗം നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ ഉമ്മമാർ, ഉപ്പമാർ, രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്നവർ, എല്ലാ അർത്ഥത്തിലും നീ അവർക്ക് ശിഫ നൽകണേ റഹ്മാനെ. അവർക്ക് സമാധാനം നൽകണേ റഹ്മാനെ. അവരുടെ തൃപ്തിയോടുകൂടി ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുന്നവർ, കുടുംബപരമായ പ്രയാസത്തിലുള്ളവർ പലരും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഞങ്ങൾക്കിടയിൽ അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഞങ്ങളുടെയും അവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി റബ്ബേ നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഏതേത് സമയത്ത് മരണം വന്ന് വിളിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു മരണപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാഥ നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഇണകളെയും മാതാപിതാക്കളെയും കുടുംബത്തെയും ഞങ്ങളുടെ തലമുറകളെയും ഉൾപ്പെടുത്തി നീ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.